ഉണ്ടോ? ഞാൻ ഇതാണ് ഈ പ്ലാനിലാണോ പണി വരുന്നത്? പണി വരും. ഇത് നമ്മുടെ പിൽക്കൂട്ടർ 5 പൈസ കഴിക്കുക. അവരൊരു മെമന്റോ പോലും കൊടുക്കുന്നില്ല. ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ എസ്റ്റിമേറ്റ്, ഇതിന്റെ ഡിസൈനും ഇതെല്ലാം ഞാൻ എവിടെയൊക്കെ ചോദിച്ചു നോക്കി. ഏതൊക്കെ പഞ്ചായത്ത് വീട്ടിൽ പോലും ചെല്ലാൻ സമയമില്ല. ഇങ്ങനെ മുഴുവൻ എല്ലാം അതിന്റെ റൂമും കാര്യങ്ങളും ഈയുടെ റൂമ് അങ്ങനെയുള്ള ഇതങ്ങോട്ട് കൊടുത്തപ്പോഴാണ് യാതൊരു ഇവിടെ അജണ്ട ആയിട്ട് കയറിയിട്ട് അതിപ്പോ ശരിയാവും കേട്ടോ. നമ്മുടെ ജിലുവാ പിടിച്ചിരിക്കുന്നത്. ഏതാ അതിനകത്ത് വേറൊരു പ്രശ്നം അറിയാം. ഈ കായർത്തുമൂട്ടിൽ നിന്ന് പൊമ്മറ്റത്തിനുള്ള റോഡിന്റെ ഒത്തിരി കലുങ്കുകൾ, ചെറിയ കലുങ്കുകൾ ഓരോരുത്തർ സ്വകാര്യ വ്യക്തികൾ അടച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമുക്ക വില്ലേജ് ഓഫീസുകളോ സ്മാർട്ട് ഹൈടെക് ആയി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അസൗകര്യങ്ങളെ വീർപ്പുമുട്ടുന്ന പുതുപ്പള്ളിയിലെ ഒരു വില്ലേജ് ഓഫീസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, ലോകത്തെവിടെ ചെന്നാലും അറിയപ്പെടുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ അറിയപ്പെടുന്ന നാടായ പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ്. നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരുപാട് ജീവനക്കാരുള്ള ഒരു കുടിസുമുറിയിലാണ് ഈ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കന്നുകുഴിയിലെ തിലകൻ കുരുവിള എന്നയാള് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് സംഭാവന നൽകിയ സ്ഥലത്തിലാണ് ഈ വില്ലേജ് ഓഫീസ് ഇരിക്കുന്നത്. ആയിരത്തി 1993 ഈ കെട്ടിടത്തിന് തറക്കല്ലിടുന്നത്. ഇത് പുതുപ്പള്ളി റോട്ടറി ക്ലബിന്റെ സംഭാവനയാണ്. അവരിത് ചെയ്തുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഒരു ആശ്വാസമുണ്ട്. കാരണം ഇവിടെ വന്നിരുന്ന് ഈ കൊതുകടിയും കൊണ്ട് ഈ വേസ്റ്റിന്റെ മണവും കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഈ പേപ്പറെല്ലാം ഫില്ല് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ്. അപ്പൊ റോട്ടറി ക്ലബ്ബ് അത് ചെയ്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാർക്ക് അവിടെ ഷീറ്റൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പുറകുവശത്ത് മുഴുവൻ കാടാണ്, പെരുമ്പാമ്പ് വരെ ഉണ്ട്. അതുപോലത്തെ അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അതിന്റെ മുഴുവൻ ശിഖരങ്ങൾ ഈ മരത്തിന്റെ എല്ലാം വീണ് കിടക്കുന്നത് ഇതിന്റെ മേൽക്കൂരയിലോട്ടാണ്. ഇത് പിന്നെ കോൺക്രീറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. തൊണ്ണൂറ്റിമൂന്നിൽ തറക്കല്ലിടുകയും 95 ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അന്നത്തെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ സാജൻ പീറ്ററാണ്, IAS കോട്ടയം ജില്ലാ കളക്ടർ. ഈ ബെഞ്ചിലിരുന്നാണ് നൂറുകണക്കിന് ആൾക്കാർ ദിവസവും ഓരോ ഫോമും കാര്യങ്ങളും ഫില്ല് ചെയ്യുകയും അവർ സ്വല്പസമയം വിശ്രമിക്കുകയെല്ലാം ചെയ്തത്. കാരണം വില്ലേജ് ഓഫീസിന്റെ അകത്ത് ഒരാൾക്ക് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ അകത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചതാണ്. അപ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫയലുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഫൗണ്ടേഷന്റെ ഡേറ്റ് ഒക്കെയാണ് 1993 സാജൻ പീറ്റർ IAS. ഉമ്മൻചാണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മങ്ങളെല്ലാം നടന്നത്. അസൗകര്യങ്ങളാൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ അകത്ത് ഒരാൾക്ക് കൂടുതൽ നമുക്കൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പുറകുവശം എന്നൊക്കെ പറഞ്ഞാൽ ഏത് നിമിഷവും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ചുനാൾ മുമ്പ് തൊട്ടിപ്പുറത്തൊരു വേ ബ്രിഡ്ജിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത വണ്ടിയുടെ ടിപ്പറിന്റെ ഒക്കെ മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞ് വീണതാണ്. ഇതാണ് ഈ വില്ലേജ് ഓഫീസിലെ ആകപ്പാടെയുള്ള ഒരു ടോയ്ലറ്റ്. ഇതാണ് ഇതിന്റെ അകവശം എല്ലാം അവർ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ പോവുക എന്ന് പറയുന്നത്, പാമ്പ് കടി ഏക്കാതെ ഇതിന്റെ അകത്ത് പോവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് അവരും ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം അവർക്ക് അതിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഉള്ളത് അവർ ആ ജീവനക്കാർ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അവര് വർഷങ്ങളായിട്ട് അവരുടെ ആവശ്യമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ നടന്ന സമയത്ത് ജയിക്കും
അതുപോലെ ചാണ്ടിയുമ്മനുമായിട്ടുള്ള മത്സര സമയത്ത് ചാനലുകൾ മുഴുവൻ പുതുപ്പള്ളി വന്ന് ഈ വില്ലേജ് ഓഫീസിന്റെ അസൗകര്യങ്ങളെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തി, പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി എല്ലാം ഭയങ്കര ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒന്നുമില്ല. അതുപോലെ അന്നത്തെ കാലത്ത് ഞാൻ താമസിക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിലാണ്. അന്ന് ഇവിടെ വന്ന് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പാറമടയിലെ വെള്ളമാണ്. ഇവിടെ ഞാൻ തന്നെയല്ല, ഈ 10-600 വീടുണ്ട് ഈ 9-ാം വാർഡിൽ. 600 വീടിൽ ഏറെക്കുറെ 400 വീട്ടുകാർ കുടിവെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഉപയോഗിക്കുന്ന പാറമടയിലെ വെള്ളമാണ്. അപ്പൊ അന്ന് പാറമട വഴി മുഴുവൻ ചാനലുകാർ മുഴുവൻ നടന്ന് ഇതിന്റെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങൾ എണ്ണി പറഞ്ഞവരാരും പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഏറെക്കുറെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കാലാവധി ഈ ഏറെക്കുറെ 3-4 മാസം കൊണ്ട് തീരുകയാണ്. പക്ഷേ വില്ലേജ് ഓഫീസ്, ഞാൻ പറയാൻ കാര്യം, വില്ലേജ് ഓഫീസ് അവരുടെ കുറ്റമല്ല. ഇതൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, MLA തൊട്ടുള്ള ആൾക്കാരുടെ കഴിവുകേടാണ് ഇന്ന് ഈ വില്ലേജ് ഓഫീസ് ഈ പരുവത്തിൽ കിടക്കുന്നത്. അത് ഞാൻ പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇതാണ് സത്യം. കാരണം ഇതിന്റെ അധികാരം പഞ്ചായത്തിനല്ല. നിങ്ങൾക്ക് കാണാം, ഈ വളവിന്റെ അവിടെ ദിവസവും 100 കണക്കിന് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അവരൊക്കെ ജീവനിൽ പേടിച്ചാണ് ഈ വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്നത് തന്നെ. ഇതാണ് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ റവന്യൂ ടവർ. ഇത് ഉമ്മൻചാണ്ടി സാറ് മരിക്കുന്നതിന് മുമ്പ് ഇതിന് 1 കോടി രൂപ അനുവദിച്ച് അതിന്റെ നിർമ്മാണമാണ് ഈ പൂർത്തിയായി കിടക്കുന്നത്. ഇത് അതേപടി തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിനെ കൊണ്ട് ഇതിന്റെ ഭാരിച്ച് ഏറെക്കുറെ 1.5-2 കോടി രൂപ അടുത്തോളം ഇനിയുണ്ടെങ്കിലേ ഇതിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് കൂട്ടിയാൽ കൂടത്തില്ല. അതിനും MLA വിചാരിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ MLA പുതുപ്പള്ളി പഞ്ചായത്തിനോട് ഇതുവരെ ഒരു കാര്യത്തിലും ഞാൻ ഇന്നലെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ 3-4 മണിക്കൂർ ഇരുന്നതാണ്. ഈ പുതുപ്പള്ളി MLA ഇതുവരെ ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വികസന പ്രവർത്തനങ്ങളും പുള്ളി ഇതുവരെ സഹകരിച്ചിട്ടില്ല. പുള്ളിയുടെ വഴിയെ MLAയുടെ വഴിയെ പോവുകയാണ്, പഞ്ചായത്തിന്റെ വഴിയെ പോവുകയാണ്. ഇത് കാരണം പുതുപ്പള്ളി ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഇതിന്റെ പണി പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കെട്ടിടങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. രജിസ്റ്റർ ഓഫീസ് നിങ്ങൾക്കറിയാം, പുതുപ്പള്ളി പഞ്ചായത്തിന് തൊട്ട് സമീപം അസൗകര്യങ്ങൾ, ഇപ്പൊ ഒരു നല്ല ബിൽഡിങ്ങിലാണ്, വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അത് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇപ്പൊ ഈ അസൗകര്യത്താൽ വീർപ്പുമുട്ടുന്ന വില്ലേജ് ഓഫീസ് ഈ റവന്യൂ ടവറിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പുതുപ്പള്ളിയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റവന്യൂ ടവറാണ് ഈ അവസ്ഥയിൽ ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ ശരിക്കും ആദ്യം ഇതിന് 1 കോടി രൂപ മുടക്കിയെങ്കിലും പിന്നീട് ആ വകുപ്പുകളെല്ലാം മാറി. ഉമ്മൻചാണ്ടി സാറിന്റെ മരണം സംഭവിച്ചു. അതിനുശേഷം ഇതങ്ങ് വൈകി. പഞ്ചായത്ത് ഇതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടി പലവട്ടം MLA സമീപിച്ചിട്ടും നടന്നിട്ടില്ല. അതുപോലെ MLA ഈ ഭാഗത്തേക്ക് ഇതിന്റെ കാര്യത്തിന് ഇതുവരെ ഒന്നും ഒരു ചുവടനക്കിയില്ല. അവസാനം വീണ്ടും പഞ്ചായത്ത് തന്നെ ഇപ്പം വീണ്ടും 50ഉം 75ഉമായിട്ട് 1.25 കോടി രൂപ മുടക്കി വീണ്ടും ഇത് നവീകരിക്കാൻ പോവുകയാണ്. ഇതിന്റെ പണി ഈ അടുത്ത ആഴ്ച തന്നെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ അതിന്റെ ഉറപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എനിക്ക് തന്നു. അതിന്റെ പ്ലാനും രൂപരേഖകളെല്ലാം തയ്യാറാക്കി. അപ്പൊ ഈ കെട്ടിടത്തിന്റെ അടിവശം ഇപ്പൊ ഉപയോഗിക്കുന്ന ഹരിതകർമ്മസേനയാണ്. നിങ്ങൾക്ക് കാണാം, ഈ നമ്മുടെ പുതുപ്പള്ളിയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് തരംതിരിക്കുന്ന ജോലിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തൊട്ട് മുകളിൽ കാണുന്നത് തുമ്പൂർമൊഴിയാണ്. അത് തുമ്പൂർമൊഴി എന്ന് പറഞ്ഞാൽ മുഴുവൻ കാട് പിടിച്ച് മൊത്തം പരിസരത്തോട്ട് ചെല്ലാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. അത് അനാസ്ഥയാണെന്ന് പറയത്തുള്ളൂ. അത് നമ്മൾ ഏത് തെറ്റ് കണ്ടാൽ അന്നേരം ചൂണ്ടിക്കാണിക്കും. അപ്പം ഈ ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ ഇവിടെ നിൽക്കാൻ മേല. ഇതിൻ്റെ അകത്ത് മുഴുവൻ മാലിന്യ വേസ്റ്റ് വെള്ളങ്ങളടക്കം കൊതുകടി കൊണ്ട് അവര് വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഇവർ ഈ മഴയും വെയിലും കൊണ്ട് ഇതിൻ്റെ അകത്തിരുന്ന് ഈ പ്ലാസ്റ്റിക് എല്ലാം തരം തിരിച്ച് ഇവിടുന്ന് കൊടുത്തുവിടുന്നത്. അത് വളരെയേറെ കഷ്ടം. അത് നേരിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാത്തുള്ളൂ. നിങ്ങൾ ഹരിതകർമ്മസേനയെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിതൊന്ന് കാണണം. അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണം. നമുക്കറിയാം, പണ്ട് കാലത്ത് ഇറച്ചി മേടിക്കാൻ ആൾക്കാരും ഇങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോരുന്നതല്ലാതെ അതുപോലെ വളരെ അന്നത്തെ ഒരു ഈ ഇവിടുത്തെ മാലിന്യങ്ങളും ഇതിലൊന്നും നടന്നു പോകാൻ പോലും വരാത്ത സ്ഥലമായിരുന്നു. അതേതായാലും പുതിയ ഭരണസമിതി, ഇപ്പോഴത്തെ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അത് മനോഹരമാക്കിയതിന് അതിന് എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം ഒരുപാട് സാധാരണക്കാരുടെ ആശ്രയമാണ് ഇന്ന് ആ കമ്മ്യൂണിറ്റി ഹാള്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഈ പുതുപ്പള്ളി പഞ്ചായത്ത് ഈ 5 വർഷമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ടുള്ള ഇനി എന്തെല്ലാം അവർ ചെയ്യാൻ പോകുന്നത്, അതിനെപ്പറ്റി 3-4 മണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്ന് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇതാണ് സിവിൽ സ്റ്റേഷന്റെ പ്ലാന്.
അപ്പം ഈ പ്ലാൻ പ്രകാരം ഉള്ള ഇതിന്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിന് 50 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് 50ഉം 75ഉം കൂടെ അനുവദിച്ചിട്ടുണ്ട്. 50ഉം 75ഉം 1.25 കോടി രൂപയാണ് ഇപ്പം മുടക്കിയാണ് ഇതിന്റെ നവീകരണം ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ഇവരെ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കാലാവധി ഇല്ല. എങ്കിലും തുടങ്ങി വെക്കാൻ പറ്റുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഇപ്പൊ ഇതാണ് നമ്മുടെ പുതിയ സിവിൽ സ്റ്റേഷന്റെ രൂപരേഖകള്. അതിന്റെ താഴത്തെ നിലയിൽ 2 കെട്ടിടം, ഒന്ന് നമ്മുടെ വില്ലേജ് ഓഫീസ്, അതുപോലെ ഒന്ന് രജിസ്റ്റർ ഓഫീസ്, അങ്ങനെ 3 നിലകളിലായിട്ടാണ് ഈ കെട്ടിടം കിടക്കുന്നത്. അത് 2 നിലയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് അത്രയെങ്കിലും ഇതിന്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഗ്രഹം. അത് നടക്കുമോ ഇല്ലേ എന്നുള്ളത് അവര് ഒരു കാര്യത്തിലും ഇവർ പറഞ്ഞില്ല, MLA യുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഈ പഞ്ചായത്തിന് ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുകയാണ്. എന്തിനാണ് പുതുപ്പള്ളിയിൽ ഇങ്ങനെ ഒരു MLA എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് ജൽജീവൻ കുടിവെള്ള പദ്ധതി. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ ചേർന്ന് നടക്കുന്ന ഈ ജൽജീവന്റെ പണികൾ ഏറെക്കുറെ 90% വരെ ഇവർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇനിയാണ് കടമ്പകൾ. നമ്മുടെ ജൽജീവൻ പദ്ധതി ഏറെക്കുറെ മുടങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതുപ്പള്ളി പഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമായ ഒറ്റ വഴിയെങ്കിലും ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു വഴി പോലുമില്ല. നമ്മുടെ എടുത്ത് എണ്ണി പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്ന് നമ്മുടെ കാഞ്ഞിരത്തമ്മോട് ആ ഭാഗങ്ങളെല്ലാം വഴിയാറ് ഇപ്പൊ നിങ്ങൾക്കറിയാം, മണർകാട് വരെ വളരെ പരിതാപകരമാണ്. അതുപോലെ കാഞ്ഞിരത്തമ്മൂട്ടിൽ നിന്ന് പുമ്മറ്റത്തിനുള്ള വഴി നിങ്ങൾക്കറിയാം. അത് എത്രയോ പ്രാവശ്യം, അതിന് തന്നെ എത്ര കോടി ചെലവാക്കിയെന്നറിയില്ല. ഓരോ പ്രാവശ്യവും കുറച്ച് ടാറ് കൊണ്ടിട്ട് ഒരു ചെറിയ മെയിൻ്റനൻസ് നടത്തും. അത് കഴിയുമ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേനും അത് വീണ്ടും പോകും. അപ്പൊ ആ റോഡ് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കാഞ്ഞിരത്തമ്മോട് തൊട്ട് ഈ നമ്മുടെ കുന്നേപ്പറമ്പ് ഭാഗത്തോട്ടൊക്കെ ഭയങ്കരമായിട്ട് വെള്ളമൊഴുക്ക് വരുന്നുണ്ട്. അതിന് ഓടയില്ല. അതുപോലെ പുമ്മറ്റത്ത് നിന്ന് നമ്മുടെ ഈ കാഞ്ഞിരത്തമ്മൂട്ട് റോഡിലോട്ട് ആ ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെയും വെള്ളം ഒഴുകി പോകാനുള്ള ഓടയില്ല. അവിടെ ഒരു കലുങ്ക് അപകടാവസ്ഥയിലായത് ഈ അടുത്ത കാലത്താണ് കലുങ്ക് ചെയ്തത്. പക്ഷെ അത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം വഴി താറുമാറായി കിടക്കുകയാണ്. അതുപോലെ കാഞ്ഞിരത്തമ്മൂട്ടിൽ നിന്ന് നമ്മുടെ ഈ പുമ്മറ്റം റോഡിൽ ഒഴുകുമ്പോൾ ഒരുപാട് വെള്ളം ഒഴുകുന്ന ചെറിയ ചെറിയ തൊണ്ടുകളുണ്ട്. അതെല്ലാം സ്വകാര്യ വ്യക്തികൾ അടച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ റോഡുകൾ നശിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അതിന് ഈ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ അവരെല്ലാം കണ്ണടക്കുകയാണ്. കണ്ണടയ്ക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതുപോലെ കാഞ്ഞിരത്തമ്മൂട്ട് നിന്ന് പയ്യപ്പാടി കിടക്കുന്ന വഴിയിൽ നമ്മുടെ ഇല്ലിവളവിന് പോകുന്ന വഴി മാത്രമാണ് BMBC നിലവാരത്തിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ പയ്യപ്പാടിയിൽ നിന്ന് പോകുന്ന വഴിക്ക് ആറാട്ടേറിൽ ഒരു കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് ഞാൻ തന്നെ എത്രയോ വീഡിയോ ചെയ്തെന്നറിയാം. ആ വാർഡിലെ മെമ്പർ മോനിച്ചൻ എന്നോട് പറഞ്ഞ്, എന്റെ വിനോദം നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാരണം അതിന് പോലും ഒരു MLA ഒക്കെ വിചാരിച്ചാൽ അതൊക്കെ നടപ്പിലാവുന്ന കാര്യമുള്ളൂ. പുള്ളി ആ ഭാഗത്തേക്ക് MLA ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത്. ഒരു വർഷമായി ഒരു കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് താറുമീപ്പി എടുത്ത് വഴിയുടെ നടുക്ക് വെക്കുക എന്ന് പറഞ്ഞ് എന്താ കഷ്ടമൊന്നും ഓർത്ത്. ജനങ്ങൾ എന്തുമാത്രം സഹിക്കുന്നതിന് പരിധിയില്ലേ. ബാക്കി അവിടുന്ന് കാട്ടിപ്പടി തൊട്ട് പയ്യപ്പാടി വരെ, പയ്യപ്പാടി കൊച്ചുമറ്റൻ റോഡ് എങ്ങനെയാ കിടന്നെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ വെണ്ണിമല ക്ഷേത്രം റോഡ്, വെണ്ണിമല ക്ഷേത്രത്തിലോട്ട് ഒരു വഴിയേയും പോലും വരാൻ മേലാത്ത പരുവത്തിലാണ് വെണ്ണിമല റോഡ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ പുതുപ്പള്ളി MLA വെണ്ണിമല ക്ഷേത്രത്തിൽ ചെന്നപ്പോഴത്തേന് അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ റോപ്പ് വേ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എളുപ്പമുള്ള കാര്യമല്ലേ. അപ്പൊ അദ്ദേഹം അന്നേരം തന്നെ പിന്നെ ഡൽഹിക്ക് പോയി അവിടെ വെച്ച് കേന്ദ്രമന്ത്രിയായിട്ട് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി. അന്നേരം തന്നെ പിറ്റേ ദിവസം പത്രത്തിൽ ഫോട്ടോ വന്നു, വെണ്ണിമലയ്ക്ക് റോപ്പ് വേ. ഞാൻ ഓർക്ക് ദൈവമേ, അവിടെ നടന്നു പോകാൻ ഒരു വഴി ആദ്യം ശരിയാക്കിയിട്ട് വേണ്ടേ റോപ്പ് വേ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ വലിയ നമ്മൾ ഈ LKGയിലും UKGയിലും പോകാതെ 10ാം ക്ലാസ്സിലോട്ട് പോകുന്ന പറഞ്ഞാൽ നമ്മൾ വലിയ പ്രൊജക്ടിലേക്ക് പോകുമ്പോഴത്തേന് ചെറിയ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ മറന്നുകൊണ്ടാണ് ഈ വലിയ പ്രൊജക്ടിലേക്ക് പോകുന്നത്. ഒരു പ്രയോജനം ഇല്ലാത്ത അന്നും കടലാസിലാണ് റോപ്പ്, ഇന്നും കടലാസിലാണ്. അതിനൊരു ചെറു വിരലനക്കാൻ ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതവിടെ കിടക്കട്ടെ. പുതുവയൽ റോഡ് അങ്ങനെ കിടക്കുന്നു. അതുപോലെ നാരകത്തോട്ട് നിന്ന് പയ്യപ്പാടിക്ക് വേറൊരു വഴി കിടക്കുന്നുണ്ട്, അത് അവിടെ കിടക്കുന്നു. അതുപോലെ നമ്മുടെ ഈ SC കവല, വെട്ടത്തുകവല നിന്ന് SC കവലയ്ക്കുള്ള റോഡ് വളരെ പരിതാപകരം എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് മുകളിലായി ആ റോഡിൽ ഒരു ചകലം താറെങ്കിലും ഒഴിച്ചിട്ട്. അതിന് ഫണ്ട് ഈ കഴിഞ്ഞ ദിവസം വന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് വേണ്ടി ആ റോഡിന് മെയിന്റനൻസ് വർക്ക് വെച്ചുകൊണ്ട് ഏറെക്കുറെ 10-20 ലക്ഷം രൂപ അതിന്റെ ഫുള്ള് വർക്കിന് വന്നതാണ്. അപ്പൊ അത് കുറെ പേരുടെ ഇടപെടൽ കൊണ്ട് അത് നേരെ ഉമ്മച്ചൻ സ്കൂളിന്റെ അങ്ങോട്ടുള്ള റോഡിലേക്ക് അങ്ങായി.
അപ്പൊ ആ റോഡ് ഇപ്പം ചെയ്യാൻ പോവുകയാണ്. അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇനിയും പറയാൻ പോകുന്ന അതുപോലെ പുതുപ്പള്ളി ഇഞ്ചക്കാട്ട് കുന്നായിട്ടും ചാലിങ്കപ്പടി അതുപോലെ അങ്ങോട്ടുള്ള നാരകത്തോടെ എന്ന് വേണ്ട പുതുപ്പള്ളിയിൽ സഞ്ചാരയോഗ്യമായ യാതൊരു വഴിയില്ലാത്തൊരവസ്ഥയിലാണ് പുതുപ്പള്ളി ഇന്ന് നിൽക്കുന്നത്. ഇനിയിപ്പം നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നിൽ കൂടെയുള്ള റോഡ്. നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോ ചെയ്ത് മടുത്തതാണ്. ഇനി എന്തിനാണ് ആ വഴിയെപ്പറ്റി വീഡിയോ ചെയ്യുന്നതെന്ന് ഓർത്ത്. അപ്പൊ ആ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപ ടെൻഡറും കൊടുത്തിട്ടുണ്ട്. അത് ഈ മഴക്കാലം കഴിയുമ്പോൾ തന്നെ അതിന്റെ പണി തുടങ്ങും. അതിനുള്ള ഇതൊക്കെയാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വഴിയുടെ കാഴ്ച ഞാൻ എടുത്ത വീഡിയോ ആണ്, ഒന്നും കൂടെ കാണിക്കാം. അപ്പൊ ഈ വഴിയില് കണ്ടോ, അപ്പൊ ഇവിടെ ഇതിന്റെ മക്കൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പണിയൊന്നുമല്ല. നല്ല രീതിയിൽ ഇതിന്റെ അടിയിൽ നല്ലപോലെ കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ കമ്പി പാകിക്കൊണ്ട്, കാരണം ഇവിടെ എല്ലാം ഊറ്ററവുകളാണ്, അതിനൊന്നും ഇതില്ലാതെ നല്ല രീതിയിലാണ് ഇപ്പം പണി ചെയ്യാൻ പോകുന്നത്. ഈ പണി ചെയ്യുന്നത് MLA ഫണ്ടിൽ നിന്നോ ഒന്നുമല്ല, MLA പറഞ്ഞിട്ട്. കാരണം നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ ലിസ്റ്റ് കൊടുക്കേണ്ടത് MLA ആണ് കൊടുക്കേണ്ടത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ തകർന്നു കിടക്കുന്ന റോഡ് MLA തന്നെയല്ല, പുതുപ്പള്ളി പഞ്ചായത്തും പുതുപ്പള്ളി MLAയും കൂടെ ചേർന്നാണ് റോഡുകളുടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് റോഡുകൾക്ക് മാത്രമേ ഈ സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളൂ. അതിലിപ്പം ഈ റോഡിനുണ്ട്. ഇതിന് 40 ലക്ഷം രൂപ ടെൻഡർ ആയിട്ടുണ്ട്. അത് ടെൻഡർ സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മഴക്കാലം കഴിയുമ്പോൾ തന്നെ വഴി പൂർത്തിയായിരിക്കും. നിങ്ങൾക്കറിയാം എന്തുമാത്രം പേരാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം എന്തുമാത്രം പേര് എന്നെ ഫോണിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്നുള്ള. ഇത് നിങ്ങൾക്കറിയാലോ, എത്രയോ വർഷമായിട്ട് 1/2 കിലോമീറ്റർ ദൂരം ശരിയാക്കാൻ പറ്റുകയാത്ത ആൾക്കാരാണ് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എത്രയോ വർഷമായിട്ട് ജനങ്ങൾ ഇതൊരു കഴിഞ്ഞ പുതുപ്പള്ളി പെരുന്നാൾ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, അന്നേരം അവിടെ ഇതുപോലെ തന്നെ കുറെ മക്ക് കൊണ്ട് ഇറക്കി. അവിടുത്തെ വാർഡ് മെമ്പർ എല്ലാം കൂടെ കൂടി അന്നേരം ആൾക്കാർക്കൊന്ന് നടന്നു പോകത്തക്ക രീതിയിലൊന്ന് ആക്കിയെടുത്ത്. അതുപോലെ കഷ്ടമാണ് നമ്മുടെ പുതുപ്പള്ളിയിലെ ഓരോരോ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതുപോലെ നമ്മുടെ ഈ മീനടമുക്കിന്റെ അവിടെ നിന്ന് ഒരു റോഡുണ്ട്, പിന്നെ അഞ്ചേരി പുതിയാവിലേക്കുള്ള റോഡ്. ആ റോഡിന്റെ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തതിന്റെ ശോചനീയാവസ്ഥ. അപ്പൊ ആ മെമ്പർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. കാരണം നമ്മളൊരു വാർഡിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു റോഡിന്റെ അവസ്ഥ കാണിച്ചു കഴിയുമ്പോൾ തന്നെ ആ മെമ്പറെയാണ് ശരിക്കും അത് ബാധിക്കുന്നത്. പക്ഷെ ഞാൻ അതൊന്നും നോക്കാറില്ല. ഞാൻ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നം എന്താണോ അതാ പരിഹരിക്കുന്നത്. പക്ഷെ ആ മെമ്പർ വളരെ അത് ഒരു വാശിയായിട്ട് എടുത്തുകൊണ്ട്, അത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നായിരുന്നു ആ വഴിക്ക്. ഉമ്മൻചാണ്ടി സാറിന്റെ മരണശേഷം അത് നിന്നുപോയി. എന്നാൽ ആ മെമ്പർ വീണ്ടും MLA ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫണ്ട് വീണ്ടും അവിടെ കൊണ്ടുവന്ന് ഇപ്പൊ വീണ്ടും ഈ റോഡ് വീണ്ടും നവീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് 15 ലക്ഷം രൂപ MLA ഫണ്ടും അതുപോലെ ഉമ്മൻചാണ്ടി സാർ അനുവദിച്ച ഫണ്ടാന്ന് കൂട്ടണം, ഇപ്പോഴത്തെ MLA അല്ല. അപ്പൊ ആ ഫണ്ടും അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും കൂടി ഇറക്കുന്ന 10-20 ലക്ഷം രൂപയുടെ ഒരു വർക്ക് ചെയ്ത് ആ റോഡിന്റെ ശോചനീയാവസ്ഥ ഇപ്പം പരിഹാരമായിരിക്കുകയാണ്. അതുപോലെ നിലയ്ക്കപ്പള്ളി മുതൽ പഞ്ചായത്തിന്റെ വാതിക്ക വരെ 12ഉം 7ഉം 19 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തിരിക്കുന്നത് പുതുപ്പള്ളി പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നെടുത്താണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ റോഡ് കംപ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡിന്റെ അകത്ത് വന്നേനെ. അപ്പം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിച്ചത് കൊണ്ടാണ് MLAയുടെ വഴി, പഞ്ചായത്തിന്റെ വഴി, അങ്ങനെ ആയതുകൊണ്ടാണ് ഈ വഴി ഇന്ന് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, കുട്ടഞ്ചിറപ്പടിക്കല് ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്ത് ഒരു ടാറിങ് ചെയ്ത നിങ്ങൾക്കറിയാം. അന്ന് രാത്രിയിൽ വാഹനങ്ങളൊക്കെ ഇതിലെ ഓടണ്ടേ, അതുപോലെ നശിച്ചു കിടക്കുകയായിരുന്നു. അത് ചാനലുകളിലും എല്ലാം വാർത്ത വന്ന ഈ ഭാഗം മാത്രം PWD അന്നേരം തന്നെ അവർ സ്വന്തമായിട്ട് അവർ കുറച്ച് ഭാഗത്ത് ചെയ്ത്. അതുപോലെ നിങ്ങൾക്കറിയാം പുതുപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കേ. നമ്മുടെയൊക്കെ ലോകത്തിൽ ഇതുപോലെ നശിച്ച് കിടക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കിടക്കുന്നുണ്ടോ? കാരണം എത്രയോ വർഷമായത് പൊളിച്ചിട്ടിട്ട് അതിന്റെ പണികൾ പൂർത്തിയാക്കാനോ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന്റെ അകത്തുനിന്ന് ഇപ്പം പിന്നെ പുതിയ ഭരണസമിതി വന്ന ശേഷം ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യമാണ്. വൺ വേ സംവിധാനം എന്ന് പറയുന്നത് പുതുപ്പള്ളിയിലെ ഒരുപാട് തിരക്കെല്ലാം മറ്റേ ട്രാഫിക് ബ്ലോക്ക് എല്ലാം മാറിയ ഒരു പരിഷ്കാരമാണ് ഈ പുതുപ്പള്ളിയിൽ. അത് നല്ലൊരു പരിഷ്കാരമാണ്. പക്ഷെ അതിനോടനുബന്ധിച്ചുള്ള വഴികൾ നിങ്ങൾക്കറിയാം, ബസ് സ്റ്റാൻഡിന്റെ അകത്തോട്ട് താഴോട്ട് ഷാപ്പിന്റെ അങ്ങോട്ട് ഇറങ്ങുന്നിടത്തൊരു കിളിവാതിൽ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് അവിടെ. എന്നാൽ ബസ് നല്ല രീതിയിൽ ആ ബസ് ഒന്ന് കടന്നു പോകാൻ വേണ്ടി ഒരു ബസ് ഡ്രൈവറെ സംബന്ധിച്ച് രാവിലെ കുടിച്ച് ആഹാരം മുഴുവൻ ദഹിക്കും. കാരണം പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ അകത്തൂടെ ഒന്ന് ഇറങ്ങിപ്പോയിട്ട് ആ ഷാപ്പിന്റെ അതിൽ ഇറങ്ങി വന്ന് താഴെ വന്നിട്ട് മറ്റേ എരമല്ലൂർ റോഡിലോട്ട് വന്ന് കയറുക എന്ന് പറയുന്നത് ഒരു ബസ് ഡ്രൈവറെ സംബന്ധിച്ച് ആ ബസ് ഓടിച്ചെടുത്തോണ്ട് പോകുക എന്ന് പറയുന്നത് ഒന്നാമത് ഇപ്പൊ ഏറ്റവും വലിയ വൈറ്റിലേക്കാട്ടിലും ട്രാഫിക് കുരുക്കായിരിക്കുകയാണ് ആ കുറച്ച് ഇടഭാഗങ്ങൾ. അതിന്റെ പണികളെല്ലാം അശാസ്ത്രീയമായ ഒത്തിരി നിർമ്മാണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്.
അത് അങ്ങനെ തന്നെ കിടക്കുന്നത്, നശിച്ചു കിടക്കുകയാണ് ആ ബസ് സ്റ്റാൻഡ്. യാതൊരു സൗകര്യമില്ല. നിങ്ങൾക്കറിയാം, ഇപ്പം അവിടെ ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കി. ആ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് വരുന്ന ഒരു മനുഷ്യർക്ക് ഒരു പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ ഒരു നിവർത്തിയില്ല. അതിപ്പം വീണ്ടും അടുത്ത കുടുംബശ്രീക്ക് ആയിട്ടുണ്ട്. ഈ കുടുംബശ്രീയെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത് നശിച്ചു പോകുന്നതിന് തുല്യമാണ്. അതിലും നല്ലത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്ടിക്കാർക്ക് ഇത് കുറച്ചു നാളത്തിന് അവർക്ക് ഒരു വർഷത്തിന് കൊടുക്കുക. അങ്ങനെയെങ്കിൽ അവരത് കുറെ അല്ലെ ആൾക്കാരുടെ ഉപജീവനമായിട്ടെങ്കിലും ടേക്ക് എ ബ്രേക്ക് കൊടുക്കുക. ഏതാണ്ട് 750-800 ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കിയതിൽ എല്ലാം ഇതുപോലെ നശിച്ചു കിടക്കുകയാണ്. ഇത് നമ്മുടെയൊക്കെ മുഴുവൻ പണവും ഇതിലെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, പുതുപ്പള്ളി കവലയിൽ ഒരു മനോഹരമായ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പുതുപ്പള്ളിയിലെ നാടൻ പന്തുകളി എന്ന് പറയുന്ന ലോക പ്രശസ്തമാക്കിയ ഒരു ഗ്രൗണ്ടാണ്. എല്ലാ ആൾക്കാർക്കും, പുതുപ്പള്ളിയിലുള്ള ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ പ്രായമുള്ളവർക്കും കുട്ടികൾക്കാണേലും അവർക്ക് ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെടാനും സായാഹ്നങ്ങൾ ചെലവഴിക്കാനും എല്ലാം ഉള്ള ഒരു ഗ്രൗണ്ടായിരുന്നു. അത് അടച്ചു കെട്ടി ഒരു ഗാലറി ഉണ്ടാക്കി വെച്ച് നശിപ്പിച്ച്, അതുപോലെ അതിൻ്റെ അത് കുറച്ച് മണ്ണ് കൊണ്ടുപോയിട്ട് ആർക്കും അതിനൊരു ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കിയേ. പഞ്ചായത്തിന്റെ കീഴിലല്ല കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഓർത്തത് പുതുപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് റൂളില്ല. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ഗ്രൗണ്ട്. അതിനും MLA ഒക്കെ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അതിനൊന്നും ആ ഭാഗത്തോട്ട് ശ്രദ്ധിക്കാതെ പുതുപ്പള്ളിയെ സ്പോർട്സിന്റെ ഹബ്ബാക്കി മാറ്റാൻ പോവാന്നും പറഞ്ഞാണ് MLA നടക്കുന്നത്. സ്വന്തം നാട്ടിലെ ഒരു നല്ല ഗ്രൗണ്ട് പിള്ളേർക്ക് ഉപയോഗപ്രദമല്ലാതെ കിടക്കുന്നത് ശരിയാക്കാനുള്ളതിന് പുതുപ്പള്ളി വീണ്ടും സ്പോർട്സിന്റെ ഹബ്ബ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ പിള്ളേർ മുഴുവൻ അവിടെ ഇപ്പം ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമായിട്ട് പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ട് മാറിയിരിക്കുകയാണ്. അതിന് പരിഹാരം കാണാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പുതുപ്പള്ളി കിടക്കുന്നത്. അത് ആരും ശ്രദ്ധിക്കാതെ നാഥനില്ല കളരി പോലെ പുതുപ്പള്ളി കിടക്കുന്നു. അതുപോലെ ഇനിയും പറയാൻ പോകുന്നത് ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ കാര്യമാണ്. അത് ഏറെക്കുറെ എല്ലാ കീഴാറ്റുകുന്നിലെ ടാങ്കിന്റെ പണി കംപ്ലീറ്റ് പൂർത്തിയായി. അതുപോലെ കാളിമലയിലെ ടാങ്കിന്റെ പണി മുഴുവൻ പൂർത്തിയായി. അതുപോലെ പുളിക്കാച്ചിറയിലെ മാത്രമാണ് ഇനി കുറച്ച് തീരാനുള്ളത്. അതും കൂടെ തീരുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 90% പണികൾ പൂർത്തിയായി. ഞാൻ ഇവിടെ എല്ലാം പോയി കണ്ടതാണ്. പക്ഷെ ഇപ്പം ഈ ജലജീവന്റെ അവർ സമരത്തിലാണ്. അത് കാരണം ഇപ്പോഴത്തെ ഒരു പണി പോലും നടക്കുന്നില്ല. ഇപ്പൊ മിക്ക വഴിയുടെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴി PW ആയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ അത് ജലജീവന് കൈമാറിയിരിക്കുകയാണ്. അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ പല റോഡുകളും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ നിൽക്കുകയാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന പഞ്ചായത്തിലെ മെമ്പർമാർക്കാണ്. അവർക്ക് ഒരു സദസ്സിൽ പോലും ചെല്ലാൻ പറ്റത്തില്ല. ഞാൻ ഈ പുതുപ്പള്ളിപ്പള്ളിയിൽ ഒരു കല്യാണത്തിന് എന്റെ കൂട്ടത്തിൽ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അവിടെ വന്ന ആൾക്കാർ ചോദിക്കുന്നു, മെമ്പറെ നമ്മുടെ വഴി എങ്ങനെ? കാരണം അവർക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ മേലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവർ ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ കുടിവെള്ള പദ്ധതിയുടെ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ജലജീവന്റെ. കാരണം വേറെ ആരെക്കൊണ്ടും നമ്മുടെ ഒന്നും വാർഡുകളിൽ ഒരിക്കലും നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ടോ നമ്മുടെ സർക്കാരിനെ കൊണ്ടോ കുടിവെള്ളം എത്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും സംസ്ഥാന സർക്കാർ ഫണ്ടും കൂടെ ഉപയോഗിച്ചാണ് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ താമസിക്കുന്ന 9ാം വാർഡ്, ഞങ്ങൾക്ക് കുടിവെള്ളം എന്ന് പറയുന്നില്ല. ഞങ്ങളുടെ ഇവിടെ ഇലക്ഷന്റെ സമയമാകുമ്പോൾ മാത്രമാണ് കുടിവെള്ളത്തെ പറ്റി ഒരു ഇത് വരുന്നത്. ആർക്കും കുടിവെള്ളമില്ല. പാറമടയിലെ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നുണയാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറയുന്നത് കള്ളത്തരാണോ, നിങ്ങളെ ഞാൻ നേരിട്ട് ഇത് കാണിക്കാം. കാരണം നമ്മുടെ 9ാം വാർഡിൽ ഒരു കുന്നുംപുറമുണ്ട്, CSI കുന്നുംപുറം എന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് പാറമടയിലെ വെള്ളം തൊട്ട് കിണറിന്റെ സ്വല്പം ഒരു കുഴി കുത്തിയിട്ട് അതിലടിച്ചിട്ടാണ് ഞാൻ 5 മാസം ഉപയോഗിക്കുന്നത്. ഈ CSI കുന്നുംപുറത്തുള്ളത് 365 ദിവസവും അവർ ഈ പാറമടയിലെ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. അവിടെയൊക്കെ മിക്ക വീടിലും അസുഖങ്ങൾ. ഒരു കുന്നുംപുറാണ്. ഒരു ചാക്ക് സിമെന്റ് പോലും അവിടെ ആ പരിസരത്തോട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് 1-2 അവിടുത്തെ ദുരിത എന്ന് പറഞ്ഞ മേലായികയുടെ 1-2 വീഡിയോകളൊക്കെ ഇട്ടപ്പോൾ നിങ്ങൾ അവിടുത്തെ വഴികളൊക്കെ ശ്രദ്ധിച്ചാണ്. ഒരു അസുഖം വന്നാൽ കൊണ്ടുപോകാൻ സൗകര്യമില്ല, എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് പല്ലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ പോലെ ആ ഒരു കാലത്ത് തന്നെയാണ് ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വളരെയേറെ കഷ്ടമുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേന്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്രയമാണ് ഈ ജലജീവന്റെ കുടിവെള്ളം എന്ന് പറയുന്നത്. അത് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഈ 9ാം വാർഡിൽ വെള്ളം ആകത്തുള്ളൂ. അപ്പൊ അതിപ്പം ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ 90% പണി പൂർത്തിയാക്കി. അപ്പൊ അവര് പഞ്ചായത്ത് വിളിക്കേണ്ട ആൾക്കാരെ മുഴുവൻ പഞ്ചായത്ത് വിളിക്കുന്നുണ്ട്. അവരവിടെ ഓടി മടുക്കുകയാണ്. ഒരു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും അതുപോലെ പ്രസിഡന്റും കമ്മിറ്റിക്കാർ ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പഞ്ചായത്ത് ചെന്നിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇവരുടെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇവരെ കൊണ്ട് ഒന്നും നടക്കുകയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗൻവാടിയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, 1 വർഷമായിട്ട് ഇതിന്റെ ഫിറ്റ്നസ് പോയി കിടക്കുക. ഫിറ്റ്നസ് പോകാൻ ഞാനിതൊരു വീഡിയോ ചെയ്തതാണ്.
കാരണം പഞ്ചായത്തിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷെ അതിന്റെ പിന്നീട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലായപ്പോ തന്നെ ഞാൻ ഓർത്ത് ദൈവം പഞ്ചായത്തൊന്നും അല്ല, അതിന്റെയൊക്കെ വെല്ലിലുള്ള തലപ്പത്തിരിക്കുന്നവര് അവരുടെ കഴിവുകേടാണ്. അതിന്റെ കാര്യം പറയാം. ഈ അംഗൻവാടിയുടെ പുറകത്തെ ഒരു തോടിനോട് ചേർന്നൊരു മതിൽ ഇത് കെട്ടിയിട്ടുണ്ട്, കരിങ്കല്ല് കെട്ടുന്നത്. അത് ഇളകിപ്പോയിട്ട് ഇതിന് ഫിറ്റ്നസ് ഇല്ലെന്നും പറഞ്ഞാണ് 1 വർഷമായിട്ട് ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്. അത് അന്ന് പൂട്ടിയ സമയം തൊട്ട് MLA ക്ക് ഇവര് പഞ്ചായത്ത് നോട്ടീസ് കൊടുത്താണ് MLA ഇത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ MLA ക്ക് ഇത് ചെയ്യണമെന്നുണ്ട് MLA ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെന്നുണ്ട് പറ്റത്തില്ല. കാരണം ഇത് ഇറിഗേഷൻ വകുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവര് ശ്രമിച്ചാൽ നടക്കും. MLA എല്ലാം കൂടെ ശ്രമിച്ചാല് ഇറിഗേഷൻ വകുപ്പ് എന്ന് പറഞ്ഞാൽ അവരാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പൊ വെറും 15 ലക്ഷം രൂപ മുടക്കിയാല് ഈ അംഗൻവാടിക്ക് ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റും. അതിനു വേണ്ടി ഒരു റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഒരിക്കല് 5 പ്രാവശ്യം ഈ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പോയി. വെറും കാഴ്ചക്കാരായിട്ട് പോവുക, തിരിച്ചു വരിക അല്ലാതെ ഒരു ചെറു വിരല് ഈ റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ മന്ത്രി ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ല. അതിലും വലുത് കോട്ടയത്തിനൊരു സ്വന്തമായിട്ടൊരു മന്ത്രി ഉണ്ടല്ലോ, VN വാസവൻ. അദ്ദേഹം വിചാരിച്ചാൽ 1 മണിക്കൂർ വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഇത് ശരിയാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ അരികിൽ ഇവര് 2 പ്രാവശ്യം പോയി, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ഈ കോട്ടയത്ത് ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ട്. എന്ത് കാര്യം നിങ്ങൾക്കറിയാം, കുമരകത്ത് കോണത്താറ്റ് പാലം എന്ന് പറയുന്നത് അതവിടെ കിടക്കുകയാണ്. ജനങ്ങള് 5 വർഷമായിട്ട് ദുരിതം അനുഭവിച്ചിരിക്കുന്നത്. ആ മന്ത്രി വിചാരിച്ചിട്ട് നടക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ തലപ്പത്തിരിക്കുന്ന വലിയ വലിയ ആൾക്കാർ. അവരുടെ കാര്യങ്ങളൊന്നും മുട്ടില്ലാതെ തടസ്സമില്ലാതെ പോകുന്നുണ്ട്. ധാരാളം ഉദ്ഘാടനങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്ന് പറയുന്നത് വരും തലമുറ കാണണ്ടേ, എവിടെ ചെന്നാലും അവരുടെ പേര് കാണേണ്ടതില്ലേ. അല്ലാതെ ഒരു പദ്ധതി പോലും പൂർത്തിയാക്കാൻ ഈ തലപ്പത്തിരിക്കുന്നവരെ കൊണ്ട് കഴിയത്തില്ല. അതിനൊക്കെ നമ്മൾ പഴിചാരി വരുന്നത് അവസാനം വാർഡ് മെമ്പറെ വരെയാണ്, ഞാൻ അടക്കമുള്ള ഒരു പഴിചാരി വരുന്നത്. പക്ഷെ ഇവരൊക്കെ പോയതിന്റെ റെക്കോർഡ് സഹിതമുള്ള കാര്യങ്ങള് പഞ്ചായത്തിന്റെ അടുത്ത് തന്നെ കാണിച്ചപ്പോഴത്തേന് എനിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. കാരണം അതുപോലെ ഇവർ ഈ ഒരു അംഗൻവാടിക്ക് വെറും ഒരു 15 ലക്ഷം രൂപ മുടക്കിയ ഇപ്പം അംഗൻവാടി വാടക കെട്ടിടത്തില്ല. നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഒരു അംഗൻവാടി ശരിയാക്കാൻ പോലും പറ്റാത്തവരാണ് നമ്മുടെ നാട് നന്നാക്കാൻ നടക്കുന്നവർക്കുമ്പോ തന്നെ കഷ്ടമാണ് നമ്മുടെ ഈ പുതുപ്പള്ളിയിലെ പല സ്ഥലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.